ഹലോ, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ച് പേരുടെ അടുത്ത് ചോദിക്കുന്നു, ചേച്ചി എങ്ങനെയാണ് യൂട്യൂബിൽ ഇവിടെ വരെ എത്തിയ ചേച്ചിയുടെ യൂട്യൂബ് ജേണി, യൂട്യൂബിലത്തെ വരുമാനമൊക്കെ പറയും, എങ്ങനെയാണ് ഭയങ്കര പൈസ കിട്ടുമോ യൂട്യൂബിൽ, അതിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇങ്ങനെ DM ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ യൂട്യൂബേഴ്സിനെല്ലാം ഒരു കണ്ടന്റ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്നും. പിന്നെ ടൗൺ ഏരിയയാണ് എൻ്റെ വീട്. അപ്പോൾ ചിലപ്പോൾ വണ്ടിയൊക്കെ ഇങ്ങനെ പോകണ കണ്ടോ, ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുക. വേറെ ഒരു റൂമിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പം ഞാൻ ഹാളിൽ ഇരുന്നിട്ടാ കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അതന്നെ എൻ്റെ യൂട്യൂബ് ജേണിയൊക്കെ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അധികം പുറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനെങ്ങനെ യൂട്യൂബ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടെ ഏട്ടനും കൂടെ മോള് ജനിച്ച സമയത്ത് ഏട്ടനും അപ്പോൾ ഇഷ്ടമായിരുന്നു കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള രീതിയിൽ. അങ്ങനെ തുടങ്ങി ഞാനും ഒരു കപ്പിൾ വീഡിയോ അങ്ങനെ ഒരു ടൈപ്പിലാട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചുണ്ടായി ഒരു 40 ദിവസം, 28 കഴിഞ്ഞിരിക്കുന്നു. 28 കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് എങ്ങനെയാണ് യൂട്യൂബ് തന്നെ നോക്കിയിട്ടല്ല നമ്മൾ പഠിക്കാം. യൂട്യൂബ് ചാനൽ എൻ്റെ അടുത്ത് കുറേ പേര് എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക, എങ്ങനെയാണ് ഇടേണ്ടത്, എനിക്ക് യൂട്യൂബിൽ ചെയ്യണ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല. ഞാനും യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് എന്താ പറയുക വിവരങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്. ഇന്ന രീതിയിൽ വീഡിയോ ഇടണം, ഇന്ന രീതിയിൽ കാട്ടണം, അങ്ങനത്തെ ഒക്കെ കണ്ടാണ് കേട്ടോ ഞാനും ഇടാൻ പഠിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചാനൽ തുടങ്ങി. ആദ്യം മോള് ജനിച്ച സമയത്ത് ചാനൽ തുടങ്ങി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഷോർട്സ് ഒക്കെ വന്ന സമയമാണ് ഇതെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ചാനൽ തുടങ്ങി, ഞങ്ങളൊരു വീഡിയോ ഇട്ടു. എനിക്ക് തോന്നുന്നു ഒരു 50 നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും മെസ്സേജ് അയക്കുക, എൻ്റെ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50 സബ്സ്ക്രൈബർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 50 പേരുണ്ടായി. പിന്നെ എന്താ പറ്റിപ്പോയത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ ഇഷ്യൂ. ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ റേഞ്ച് ഉണ്ട്. എൻ്റെ അമ്മേൻ്റെ വീടുണ്ട് മുണ്ടക്കായിൽ, അവിടെ തീരെ റേഞ്ചില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഒരാവശ്യമില്ല, അങ്ങനെ മൂളിക്കെടുക്കും. അമ്മയുടെ വീട്ടിലാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കടന്നത് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ വീട്, തറവാട് വീട്, അമ്മ വീട് പറയില്ല, അവിടെയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത്. അവിടെയും ഒട്ടും റേഞ്ചില്ല. ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ പുറത്തേക്ക് വരണം, നമുക്ക് നെറ്റൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ റേഞ്ചിൻ്റെ ഇഷ്യൂ ആകുമ്പോൾ നമുക്ക് എന്ത് വീഡിയോ ചെയ്യണം, എങ്ങനത്തെ വീഡിയോ ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആവാൻ ടൈം, അതുകൊണ്ട് ഭയങ്കര അങ്ങനെ ഒരു എന്താ പറയുക പിന്നെ മറന്നു പോവുക പറയില്ല, അങ്ങനെയായിപ്പോയി. അധികം ചെയ്യലില്ല. ഇൻസ്റ്റയിൽ മാത്രം വീഡിയോ എടുക്കും. അതും ഇപ്പോഴത്തെ പോലെ ഞാൻ ഹാക്ക് വീഡിയോസ് ഒന്നല്ല ചെയ്യല്. അല്ലാണ്ട് ഇങ്ങനെ അഭിനയിക്കാറില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും അഭിനയിച്ച് വീഡിയോ ഇടും. ചിലതിലക്കിന് കുറേ വരും, അല്ലാത്തത് അങ്ങനെ കഷ്ടകാലം പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയായിട്ട് ഇൻസ്റ്റയിൽ മാത്രമായി. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ടിക്ടോക്കിലുണ്ട്. എന്നെ അറിയണവർക്ക് അറിയാം, ഞാൻ ടിക്ടോക്ക് മുതലേ വീഡിയോ എടുക്കൽ എൻ്റെ ഒരു ഹോബി എന്നല്ല പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എനിക്കൊന്നും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ അടി പിടിച്ചിട്ടുള്ളത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. കാരണം മൂപ്പർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഫോട്ടോ എടുക്കാനും. ദൈവം സഹായിച്ച് എൻ്റെ കൊച്ചിനും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കുറ്റിയാടിക്ക് പോയി. എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറ്റിയാടിക്ക് പോയി. കുറ്റിയാടി പോയ സമയത്ത് ഞാനൊരു MLM കൺസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തും എനിക്ക് യൂട്യൂബ് ഓണാക്കണമെന്ന് പോലുള്ളൊരു ചിന്ത വന്നില്ല, കാരണം ഞാൻ ഫുൾ ടൈം അതിൽ ബിസി ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് അബ്രോഡ് പോയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെത്തി. എന്ത് ചെയ്തു, ഇവിടെ റെൻറ്റിനാട്ടോ താമസിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ റേഞ്ചില്ല. പിന്നെ മഴക്കാലത്ത് മാറിൻ്റെയൊക്കെ അവസ്ഥകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ മേപ്പാടിയിൽ റെൻറ്റിന് വീടെടുത്തു താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിക്കാനൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഞാനൊരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല, MLM. അതിൽ നിന്ന് ഞാൻ കുറച്ചായിട്ട് ബാക്ക് വലിയ എനിക്ക് കുറേ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തോ ഒരു താല്പര്യക്കുറവൊക്കെ വന്ന് അങ്ങനെ ബാക്ക് വരുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടു. അതായത് ഇൻസ്റ്റയിൽ ഞാൻ അപ്പോഴും ആക്റ്റീവാണ്, എന്നും വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. അപ്പം ഞാനൊരു ഷോർട്സ് ഇട്ടു. ആ ഷോർട്സിന് വലിയ റീച്ച് ഒന്നുമില്ല. പിന്നെ ഒരു ഷോർട്സും കൂടി ഇട്ടു. അപ്പം നോക്കിയപ്പോൾ 1000 വ്യൂ. ഈ 1000 വ്യൂ എന്നൊക്കെ കിട്ടുക പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഒന്നൊന്നര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി 1000 വ്യൂ കിട്ടിയപ്പം. അപ്പം ഞാൻ തോന്നി എന്തായാലും ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതെന്നെ എടുത്ത് ഇതിലിടാന്നുള്ള രീതിയിൽ ഈ യൂട്യൂബിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു 3-4 വീഡിയോ ഇട്ടതിൻ്റെ ശേഷം എനിക്കിങ്ങനെ മെല്ലെ റീച്ച് കയറാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 50 സബ്സ്ക്രൈബറും എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വൈകുന്നേരം 6 മണി, ഇപ്പം 100 സബ്സ്ക്രൈബർ ആയപ്പം എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത
അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഏതൊരു വീഡിയോ ഫസ്റ്റ് ടൈം 10K അതായത് 10,000 വ്യൂ ആയി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കല്ലേ വീഡിയോ ഇടാൻ. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു, എങ്ങനത്തെ വീഡിയോ ഇടണം, എന്ത് വീഡിയോ ഇടണം എന്നൊക്കെ നോക്കി. അപ്പം ഞാൻ എൻ്റെ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ആകുമ്പോൾ എല്ലാ വീഡിയോ ഇടുമല്ലോ. അപ്പം എല്ലാ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ ഏത് കാറ്റഗറിക്കാണ് വ്യൂ ഉള്ളതെന്ന് നോക്കുക, ആ കാറ്റഗറി കണ്ടിന്യൂ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റും. അപ്പം ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്, ആരും കാണലില്ല, 100-200 പേര് കാണും. അല്ലാത്ത ആൾക്കാർ ചിലർ എന്ത് വീഡിയോ ഇട്ടാലും അങ്ങനെ വ്യൂ ഇല്ല. പക്ഷേങ്കിൽ ഞാൻ ഈ ഹാക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങി. നമ്മുടെ മേക്കപ്പ് ഹാക്ക് വീഡിയോ അല്ലേ, ആ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം റീച്ച് കയറാൻ തുടങ്ങി. റീച്ച് മീൻസ് നല്ല ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി, നല്ല രീതിയിൽ വ്യൂ വരാൻ തുടങ്ങി. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ പിന്നെ നമ്മളെന്തെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മാത്രമല്ലേ നമുക്ക് യൂട്യൂബ് മുതലാളി ആയാലും ഇൻസ്റ്റാഗ്രാം മുതലാളി ആയാലും റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് മാത്രം റെക്കമെൻഡേഷൻ വന്നു. അപ്പം എനിക്ക് കുറേ വീഡിയോ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഇടും. പിന്നെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഒന്നും അല്ലാട്ടോ ഇടാല്. യൂട്യൂബിലാണെങ്കിൽ ഒരു 4 വീഡിയോ അല്ലെങ്കിൽ ഒരു 3 വീഡിയോ ഇടും. ഇൻസ്റ്റാഗ്രാമത്തെ കാര്യം ലാസ്റ്റ് പറയാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഒരു വീഡിയോ 1 മില്യൺ വ്യൂ അടിച്ച്. അന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബറായി. എനിക്ക് ശരിക്കും ഭയങ്കര ഷോക്കായി. ഭയങ്കര എന്തോ ഒരു പ്രതീക്ഷ വന്നു, എനിക്കിതിലൂടെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. കാരണം വീട്ടിൽ വെറുതെ ചൊറയും കുത്തിയിരിക്കുക. ശരിക്കും വീട്ടിൽ എത്ര പണി ഉണ്ടെങ്കിലും നമ്മൾ ആ പണി എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്കൊരു ഏണിങ്സ് കിട്ടുന്ന പണി എടുക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രതീക്ഷ. അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഇങ്ങനെ കയറി 1000, 2000, 3000 അങ്ങനെ കയറി വന്നു. പിന്നെ എൻ്റെ എൻ്റെ ഏട്ട വന്നിട്ടുണ്ടായിരുന്നു ലീവിന്. അപ്പം മൂപ്പര് വന്ന സമയത്ത് എനിക്കിങ്ങനെ 1000 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പം എൻ്റെ കൂടെ വീഡിയോ ചെയ്യുമോ, കാല് പിടിച്ച് ഒരു 2 വീഡിയോ ചെയ്യാൻ കൂടി. 2 വീഡിയോ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അത് 2 നല്ല വ്യൂ ഉണ്ടായി. എനിക്ക് തോന്നുന്നു 3 വീഡിയോ ടോട്ടൽ ഇട്ട് അതിൽ 2 വീഡിയോ എനിക്ക് 5 ലക്ഷത്തിന് എബോവ് വ്യൂവേഴ്സ് വന്നു കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഇതായിട്ട്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ യൂട്യൂബിലൊക്കെ ആൾക്കാർക്ക് ഈ കപ്പിൾ വീഡിയോ ഒക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഹാക്ക്, എൻ്റെ ഒരു കൺസെപ്റ്റില് ഹാക്ക് കപ്പിൾ വീഡിയോ. ചിലവരൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യണ കാണാം, പക്ഷെ വ്യൂ ഉണ്ടാവില്ല. എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്. യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം നമ്മളാണെങ്കിലും ഹാക്ക് വീഡിയോ കാണുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യില്ല. അത് തന്നെയായിരിക്കും ഒരു ക്യൂരിയോസിറ്റി. പിന്നെ കപ്പിൾ വീഡിയോ ആണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി. അപ്പം അങ്ങനെയായിട്ട് ആ വീഡിയോക്കൊക്കെ അങ്ങനെ കയറി വന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഒരു 7000 സബ്സ്ക്രൈബറായി. ഞാനും ഏട്ടനും കൂടിയുള്ള വീഡിയോ ഇട്ടിട്ട് ഏട്ടൻ പോയതിന് ശേഷം ഒരു 7000 സബ്സ്ക്രൈബറായിട്ടോ. 5 ലക്ഷമൊക്കെ വ്യൂ ഒക്കെ വന്നപ്പോൾ നല്ല സബ്സ്ക്രൈബ് കൗണ്ട് കയറി. അങ്ങനെ ഒരു 7000 സബ്സ്ക്രൈബറായ സമയത്ത് ഞാനവിടെ സ്റ്റക്കായി. പിന്നെ അങ്ങോട്ട് 20, 30 അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുള്ളൂ. വ്യൂ ഒരു 2000, 3000, 5000. നിങ്ങൾക്ക് അറിയായിരിക്കും ഓരോ 1000 പേര് കയറിയിട്ടുണ്ട് എത്ര സബ്സ്ക്രൈബറായി കയറുക. നമുക്കത് നമ്മുടെ അനലറ്റിക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെ മെല്ലെ കയറുന്നുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ ഒന്നും ശരിയാവാത്ത, എന്താ എനിക്ക് മാത്രം റെഡി ആവാത്ത, അങ്ങനെയൊക്കെ ഭയങ്കര ഇപ്പോഴും ഞാനെല്ലാം കഴുത്താക്കി. ഞങ്ങളായി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഒന്നും റെഡി ആവണില്ലല്ലോ എന്നുള്ള വിഷമത്തിലത്. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കും, യൂട്യൂബിലൊക്കെ നോക്കും എങ്ങനെയാണ് വ്യൂ ഉണ്ടാവുക, എന്താ ചെയ്യേണ്ടത് എല്ലാം നോക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ. വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഞാനൊരു കാർട്ടൂൺ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. വെറുതെ എല്ലാവരും അപ്പോൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്പയർ മേക്കപ്പ് ലുക്ക് ചെയ്യായിരുന്നു കേട്ടോ, ഓരോ സിനിമ നടികളിലൊക്കെ. അപ്പോൾ എന്തെങ്കിലും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, എന്താ വെറൈറ്റി ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി കാർട്ടൂണിലുള്ളവരെ പോലെ മേക്കപ്പ് ചെയ്താലോ തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ വീഡിയോ ഇട്ടത് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ എനിക്ക് 1 ലക്ഷത്തിൻ്റെ എബോവ് വ്യൂ വന്ന്, വീഡിയോയ്ക്ക് വ്യൂ വന്ന്. അപ്പോൾ ഭയങ്കര നമുക്ക് സന്തോഷമായില്ലേ. ഞാൻ യൂട്യൂബിലിട്ടപ്പോൾ ഒരു വീഡിയോയ്ക്കും വ്യൂ ഇല്ല. അത് വിട്ട് ചുടുക്കിയും പിന്നെ മറ്റേ ആ ടണ്ണാൻറ്റിയില്ല, അത് 2 വിട്ട് വ്യൂവേ വരുന്നില്ല. ഞാൻ വിചാരിച്ചേ യൂട്യൂബും ഇൻസ്റ്റയും ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി എന്നാലും നമുക്ക് വീഡിയോ ഇടാൻ വിചാരിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ, ആ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടണ്ണാൻറ്റി അങ്ങോട്ട് കയറിപ്പോയി. അതായത് വ്യൂ കൂടാൻ തുടങ്ങി. ഞാൻ വിചാരിക്കുന്നത് എന്താ പെട്ടെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറ്റിയത് നോക്കുമ്പോൾ ടണ്ണാൻറ്റി കയറി അങ്ങ് പോവുകയാണേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചുടുക്കിക്കും വ്യൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാനത് സീരിയസ് ആയിട്ട് ആ സീരീസ് അങ്ങ് അതങ്ങ് ഏറ്റെടുത്തു കേട്ടോ. അപ്പം ഞാനതങ്ങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നല്ല വ്യൂ കിട്ടാൻ തുടങ്ങി അങ്ങനത്തെ ചെയ്യുന്നതിനൊക്കെ. അപ്പം ഞാൻ അതന്നെ അങ്ങനെ ചെയ്തപ്പോൾ നല്ല വ്യൂ ആയി. 10,000, 20,000, 30,000 അങ്ങനെ കയറി. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോഴും എണ്ണിച്ചിരിക്കുന്നത് ഞാൻ 50,000 സബ്സ്ക്രൈബറായിട്ട്
1 ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ എനിക്കെടുത്ത ദിവസം എന്ന് പറയുന്നത് വെറും 25 ദിവസം. ഞാനും ഏട്ടനത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാരണം 1 ലക്ഷം ആകുമ്പോൾ നമ്മളിത് പൊട്ടിക്കണം, TV-യിൽ കാണിക്കണം, അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. കേക്ക് മുറിക്കണം, അങ്ങനെ 25 ദിവസം കൊണ്ടായിട്ടോ 1 ലക്ഷമായി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാത്രം കാര്യമില്ല, പിൻ ലെറ്റർ വരണം. പിന്നെന്താണ്, മോണിറ്റൈസേഷനായി പിൻ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഡോളർ കയറുക. അതിന് മുമ്പേ ചെയ്യുന്ന വീഡിയോസിനൊക്കെ അതിന് മുമ്പ് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ വ്യൂ അപ്പോഴേ നമുക്ക് കയറില്ല. നമുക്ക് ഇന്നും എനിക്കിപ്പോൾ 10 മണിക്ക് മോണിറ്റൈസേഷൻ ആയ 10 മണിക്ക് ഞാനത് ഓൺ ആക്കിയതിന് ശേഷം കയറുന്ന ഓരോ വ്യൂവിനാണ് നമുക്ക് എമൗണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കയറി മോണിറ്റൈസേഷൻ കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു $100 ആയി നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് കയറുള്ളൂ. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ $100 ആയി. പേയ്മെൻറ്റ് അതായത് നമുക്ക് കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റ് ഈ മാസം 21 മുതൽ 26 ഉള്ളിലാണ് കിട്ടുക. അങ്ങനെ പേയ്മെൻറ്റ് കിട്ടി. അതിൻ്റെ ഇടയിലും പേയ്മെൻറ്റ് കിട്ടുമോ കയറുമോ ചെയ്തത് കറക്റ്റാണോ, ലാസ്റ്റ് നിമിഷം ഉണ്ടായിരുന്നു ടാക്സ് ആഡ് ചെയ്തില്ല പറഞ്ഞിട്ട് മെയിലൊക്കെ വരണം. അപ്പം ഞാൻ വിചാരിച്ചു ഈ മാസം പൈസ കിട്ടൂല എന്നൊക്കെ വിചാരിച്ചു, ക്യാഷ് പേയ്മെൻറ്റ് കിട്ടുന്ന മാസം. അങ്ങനെ ഇരുന്ന് എന്തോ ഭാഗ്യത്തിന് എല്ലാം റെഡിയായി. പിന്നെ പൈസ കൊടുത്ത് ചെയ്തുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും നമ്മൾ നിൽക്കണോ വേണ്ടേ 2 മനസ്സായിരുന്നു. പിന്നെ നമ്മുടെ ഇമെയിൽ ID ഒക്കെ കൊടുക്കണം പറഞ്ഞുകൊണ്ട് പേടിയല്ല ഇന്നത്തെ കാലത്ത്, അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും മലയാളികളല്ല, അതുകൊണ്ടാണ് എൻ്റെ ലോങ് വീഡിയോയ്ക്ക് വ്യൂ കുറയും, ഷോർട്സിന് വ്യൂ കൂടുതലും. അപ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സാണ്. ഷോർട്സൊന്നും മോശമല്ലാത്ത വരുമാനം കിട്ടുന്നത് കൊണ്ട് ഞാൻ ഷോർട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ എങ്കിലും ലോങ് വീഡിയോ ഇട്ടാലാണ് നല്ല വ്യൂ കിട്ടുക, നല്ല പൈസ കിട്ടുക. നിങ്ങൾക്ക് പൈസ നല്ല ഉണ്ടാക്കണമെങ്കിൽ ലോങ് വീഡിയോ ഇട്ടാൽ മതി. വ്യൂ വേണം കേട്ടോ, വെറുതെ ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ പിന്നെ അങ്ങനെ എന്താ പറയുക, ലോങ് വീഡിയോ ഇടാൻ എനിക്ക് സമയമില്ല. എൻ്റെ ഫോളോവേഴ്സ് മലയാളികളും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വ്യൂവും കുറവാണ്. പിന്നെ മെനക്കെടാൻ വയ്യാഞ്ഞിട്ടല്ല, ടൈം കിട്ടുന്നില്ല, എല്ലാം കൂടി ഒരുപോലെ കൊണ്ടുപോകണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായിട്ട് എനിക്ക് 2000 ഫോളോവേഴ്സിൽ അവിടെ സ്റ്റക്കായി കിടക്കിയിരുന്നു കേട്ടോ. വ്യൂ ഉണ്ട്, ചില വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്, പക്ഷെ ഫോളോവേഴ്സ് നമ്മുടെ യൂട്യൂബ് പോലെ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റയിൽ കയറത്തില്ല. അങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ എന്താണ് ഇൻസ്റ്റയിലൊന്ന് സെറ്റ് ആവാൻ ചെയ്യും. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിൽ 3-4 വീഡിയോ ഇടുന്നുണ്ട്, ഇൻസ്റ്റയിൽ എന്തുകൊണ്ട് ഇട്ടുകൂടാ. പക്ഷെ എനിക്ക് അതിലൊരു വിശ്വാസമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്ത വ്യൂ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം വളരും എന്നുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇട്ട് നോക്കാം. സാധാരണ ഞാനൊരു ദിവസം 2 വീഡിയോ ഇട്ടാൽ കൂടി ഒന്നിന് വ്യൂ ഉണ്ടാവും, മറ്റൊരു വ്യൂ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് 3 വീഡിയോ കിട്ടപ്പം ഒരു വ്യൂ ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാനത് അങ്ങോട്ട് ഒരു ആഴ്ച കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ആ അത്ഭുതം മിറാക്കിൾ സംഭവിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മിറാക്കിൾ ആണെങ്കിൽ അങ്ങനെ നമ്മൾ സീരിയസ് ആണെന്ന് ഇനി ഇൻസ്റ്റാഗ്രാമിൻ്റെ അത്ഭുതത്തിന് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സബ്സ്ക്രൈബ് കൗണ്ട് കൂടി, വ്യൂ കൗണ്ട് കൂടി, ഇങ്ങനെ ഈ പിച്ച് വെച്ച് പറയില്ല. 2000 ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു 16,800 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായി. അപ്പം അതും എനിക്ക് വലിയ സന്തോഷമാട്ടോ. ഒക്കെ പ്ലസ് ആണ് എൻ്റെ. അതിൻ്റെ ഇടയിൽ ആദ്യക്കുട്ടി അങ്ങ് കരഞ്ഞു. അപ്പം എൻ്റെ പറയാൻ വന്ന ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് 2ലും വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം ഇൻസ്റ്റയിൽ ഞാൻ 3 വീഡിയോ 4 വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വ്യൂ കിട്ടാൻ തുടങ്ങി, ഫോളോവേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അല്ലാണ്ട് അത്രയും കാലം വീഡിയോ ചെയ്തിട്ടും ഇല്ലാത്തൊരു ഇത് അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ എനിക്കറിയണവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കലുണ്ട്. 3-4 വീഡിയോ ഒക്കെ ഇട്ട് നോക്ക്. ഇട്ടിട്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം മുതലാളിക്ക് നമ്മൾ സീരിയസ് ആ തോന്നുന്നു നമുക്ക് വ്യൂ തരും. അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് മാത്രമല്ലേ ഇൻസ്റ്റാഗ്രാം മുതലാളി വ്യൂ കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ട്രൈ ചെയ്ത് നോക്ക്, കുഴപ്പമില്ല. അതായത് എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇപ്പോൾ ഓരോരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ട് എടുത്ത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വ്യൂ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും ഒരു 1000 വ്യൂ വന്നാൽ തന്നെ എനിക്ക് സന്തോഷമാട്ടോ, ഉള്ള പറയാലോ. 10,000 അല്ലെങ്കിൽ ഇടുന്ന വീഡിയോക്ക് ഒരാഴ്ച ഇടുന്ന വീഡിയോയിൽ ഒന്നിനെങ്കിലും 1 ലക്ഷത്തിന് അബോവ്. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. കണ്ടമാനം മെയിൻ ചെയ്ത് വെച്ചാൽ കണ്ടമാനം മെയിൻ ചെയ്തിട്ടില്ല, കണ്ടമാനം മെയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ചെയ്യണം, നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം എവിടം വരെ സക്സസ് ആവുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ കയ്യിലല്ലോ നാളെ എന്ത് സംഭവിക്കും നമുക്കെന്ന് പോലും അറിയില്ലല്ലോ.
അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട്. പിന്നെ യൂട്യൂബിലൂടെ അല്ല കേട്ടോ എല്ലാവരും നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ വ്യൂ ഉണ്ടെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കാം. അതിന് പുറമെ നമുക്ക് വരുന്ന പ്രൊമോഷനാണ് നല്ല പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പോലെ വ്യൂ ഒക്കെ വന്ന് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി നല്ല വ്യൂ ഒക്കെ ആയി നിങ്ങൾക്ക് നല്ല നല്ല വലിയ വലിയ പ്രൊമോഷനൊക്കെ നല്ല നല്ല ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വ്യൂ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നെ അതൊക്കെ റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ നിരാശയോടെ ഇരിക്കാണ്ട് എന്തെങ്കിലും സക്സസ് ആവുന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് പോയാൽ എന്തെങ്കിലും ഒരു ദിവസം ദൈവം നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം തരാതിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ജേണി. അപ്പോൾ ഞാൻ ഈ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാ.